എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ പാല് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത്രയും പാൽ വേണ്ട, 1/2 ലിറ്റർ പാലിൽ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ചേരുവകളെല്ലാം തന്നെ നമ്മൾ പകുതി അളവിലെടുത്താൽ മതി. അപ്പോൾ 1 ലിറ്റർ അളവിൽ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ഫുൾ ഫാറ്റ് പാൽ തന്നെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പാലിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 1/2 കപ്പോളം പാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറും കൂടെ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബദാമാണ്. നമ്മളിവിടെ കസ്റ്റാർഡ് ബദാം സർബത്താണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് ബദാം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഒന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കുതിർത്തി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ബദാമിൻ്റെ ഒരു തൊലി ഒന്ന് കളഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് കുതിർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു തൊലി കളഞ്ഞിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു ബദാമിൻ്റെ തൊലി എല്ലാം തന്നെ കളഞ്ഞ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തൊലി കളഞ്ഞിട്ട് എടുത്ത ഈ ഒരു ബദാം മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരിഞ്ഞു വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു ബദാമിൻ്റെ ഈ ഒരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഈ ഒരു പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബദാമിൻ്റെ പേസ്റ്റില്ലേ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1/2 കപ്പ് അടുത്ത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ തന്നെ ചൂടായി തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ ഒരു മിക്സില്ലേ ആ ഒരു മിക്സ് നന്നായിട്ട് വീണ്ടും ഇളക്കിയിട്ട് എടുക്കുക. കട്ടകളില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്, ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കിയിട്ട് എടുക്കുക. ഈ ഒരു പാലിൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് ചെറിയതായിട്ടൊന്ന് കുറുകി കിട്ടണം. ഒരുപാടങ്ങ് കുറുകി പോകരുത്, അത്യാവശ്യം നമുക്കൊന്ന് കുറുകിയൊന്ന് വന്നാൽ മതി. ഇത് കണ്ടില്ലേ ഈ ഒരു കറക്റ്റ് പരുവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് ആറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഇതുപോലെ ചൗവരിയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് ചെറിയ ടൈപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചെറിയ ടൈപ്പ് ചൗവരി കിട്ടാനില്ലെങ്കിൽ ആ ഒരു വലിയ ചൗവരി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വേവിച്ചിട്ടെടുക്കുക. ആ ഒരു ചൗരിയുടെ ഒരു വെള്ള കളർ മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ആ ഒരു പരുവം എത്തുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് വേഗണം കേട്ടോ. നന്നായിട്ട് വെന്തില്ലെങ്കിൽ ചെറുതായിട്ട് കടിക്കുന്ന ഒരു പരുവത്തിനായിരിക്കും കിട്ടുക. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊരു പരുവത്തിന് നമുക്ക് ചൗരി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് വെന്ത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ചൗരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി കൊടുത്തിട്ട് ആ ഒരു ചൗരിയുടെ ഒരു വെള്ളം ഫുള്ളായിട്ട് തന്നെ കളഞ്ഞിട്ട് എടുക്കുക. വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുക കേട്ടോ. ചൗരിയിൽ ഒരു പശയുണ്ട്, ആ ഒരു പശ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയിട്ട് എടുക്കുന്നത്.
ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചത് കഴുകിയില്ലെങ്കിൽ ഇത് തമ്മിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സ് ആണ്, കസ്കസ്. അതൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കസ്കസ് ഒന്ന് കുതിർന്ന് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കസ്കസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ ബദാമിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൗരി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ഒരു കസ്കസും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ള നട്ട്സ് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ബദാം തന്നെ ചെറിയതാക്കി കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് അളവിൽ അനാറും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഇതിൽ ബദാം എസൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ബദാം എസൻസ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ബദാം മിക്സ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബദാം മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ഡ്രിങ്കിന്. ബദാം എസൻസോ ബദാം മിക്സോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വാനില എസൻസ് വേണമെങ്കിലും കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിന് കുറച്ച് കട്ടി കൂടി പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഐസ് ക്യൂബ്സ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മധുരം നോക്കണം കേട്ടോ. മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് ബദാം സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മുടെ ഒരു ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ മാറാൻ ഇതൊരു ഗ്ലാസ് മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കസ്റ്റാർഡ് ബദാം സർബത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.